أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون.
أيها الناس أوصيكم ونفسي أولا بتقوى الله. സത്യവിശ്വാസികൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും സാഹചര്യങ്ങളിലും ഉടമസ്ഥന റബ്ബിന്റെ കൽപ്പനകളും അതുപോലെ തന്നെ നിരോധനങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച് പൂർണ്ണ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ചു മരിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നാം അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ അഥവാ സഹാബാക്കളുടെ ചരിത്രത്തിൽ നാം ഏറെ കേട്ട ഒരു പേരാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അറിയപ്പെട്ട സഹാബിയാണ്, അൻസാരിയായ മദീന നിവാസിയായ സഹാബിയാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു തന്റെ 18ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചു. ആദ്യമായി മദീന നിവാസികൾ അൻസാരി സഹാബാക്കളിൽ ആദ്യകാലങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ച ഒരു സഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ രണ്ടാം അഖബ ഉടമ്പടിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ധിച്ച പ്രമുഖ 6 അൻസാരി സഹാബാക്കളിൽ ഒരാളാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വന്നു. മുഹാജിറുകൾക്കും അൻസാരികൾക്കിടയിലും സഹോദര്യ ബന്ധം സ്ഥാപിച്ചു. അൻസാരിയായ സഹാബി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് സഹോദരനായി ലഭിച്ച മുഹാജിർ സഹാബാക്കളിൽ തന്നെ പണ്ഡിതൻ എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഈ ഒരു ബന്ധം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാമിക വിജ്ഞാനത്തിൽ അഗാധമായ പാണ്ഡിത്യം തന്നെ നൽകിക്കൊടുത്തു. ഒരുപാട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅലമുഹും ബിൽ ഹലാൽ വൽ ഹറാം മുആദ് ഇബ്നു ജബൽ. എന്റെ സഹാബാക്കളിൽ ഹറാമുകളും ഹലാലുകളും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ള ഏറ്റവും നല്ല രീതിയിൽ അറിവുള്ള പണ്ഡിതൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അത്രമാത്രം ഇൽമ് അദ്ദേഹം കരസ്ഥമാക്കി. ഖുർആന്റെ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദുൽ ഖുർആന മിൻ അർബഅ. 4 സഹാബാക്കളിൽ നിന്ന് നിങ്ങൾ ഖുർആൻ കേട്ട് പഠിക്കണം, മനസ്സിലാക്കണം. അതിലൊന്ന് ഉബയ്യ് ഇബ്നു കഅബ്, സാലിം മൗല അബി ഹുദൈഫ, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ്, അതുപോലെ തന്നെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. 4 ആൾക്കാരിൽ ഒരാൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ഇത്രമാത്രം പാണ്ഡിത്യം ഖുർആനിലും ഹദീസുകളിലും ഈ സഹാബി കരസ്ഥമാക്കി. അവസാനത്തെ 32ാമത്തെ വയസ്സിൽ ഷാമിൽ വെച്ച് പ്ലേഗ് രോഗം ബാധിച്ചാണ് മഹാനായ സഹാബി വഫാത്താകുന്നത്. 20 വർഷം മുസ്ലിമായി ഈ ഭൂലോകത്ത് ജീവിച്ചു. അതിനിടയിൽ മറ്റൊരു സഹാബിനും കിട്ടാത്തൊരു സ്ഥാനം ഇസ്ലാമിൽ അദ്ദേഹത്തിന് തേടിയെത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിച്ചിരിക്കാൻ തന്റെ പകരക്കാരനായിക്കൊണ്ട് യമനിലേക്ക് പ്രബോധനത്തിനായിട്ട് സഹാബിയെ പറഞ്ഞയച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുണ്ട്, പകരം സഹാബിയെ പറഞ്ഞയക്കണം യമനിലേക്ക്. ആ പറഞ്ഞയക്കുന്ന വേളയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട്, ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. റസൂലിന് അറിയാം, ഇനി എന്റെ ശിഷ്യൻ മുആദിനെ ഞാൻ കാണുകയില്ല. മുആദ് യമനിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും എന്റെ വഫാത്ത് ഉണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുആദ് ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ. മുആദ് അടുത്തൊരു വർഷം നീ എന്നെ കണ്ടുകൊള്ളണമെന്നില്ല. ലഅല്ലക തമുറു ബിമസ്ജിദി ഹാദാ വഖബരി. നീ യമനിൽ നിന്നും തിരിച്ചു വരുന്നത് ഈ പള്ളിയുടെയും എന്റെ ഖബറിന്റെയും അരികിലൂടെ ആയിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചു മുആദിനെ. ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം, ഫബകാ മുആദ് ഖശ്യതൻ ലിഫിറാഖി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എനിക്ക് ജീവിതത്തിൽ കാണാൻ കഴിയില്ല എന്നൊരു വേദന കാരണം മുആദ് ധാരാളം കരഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തബ്കി യാ മുആദ് ഇന്ന ഔല الناس ബി المتقون മൻ കാനൂ വമിൻ ഹൈതു കാനൂ. മുആദ് കരയണ്ട, എന്നോട് ഏറ്റവും അടുത്തവർ, എന്റെ സമുദായത്തിൽ മനുഷ്യരിൽ എന്നോട് ഏറ്റവും അടുത്തവർ അൽ മുത്തഖൂൻ, മുത്തഖീകളാണ്.
മൻ കാനു വമിൻ ഹൈതു കാനു, അവർ ആരാണെങ്കിലും എവിടെയാണെങ്കിലും ശരി എന്നോട് ഏറ്റവും അടുത്തവർ മുത്തഖീങ്ങളാണ്. മുആദിനെ സമാധാനത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ. അവസാനമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയ ശിഷ്യൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നൽകുന്ന ഒരു ഉപദേശമുണ്ട്. 3 വാക്കുകൾ അല്ലാഹുവിന്റെ റസൂൽ ചുരുക്കി. ഇനി ജീവിതത്തിൽ കണ്ടുമുട്ടുകയില്ല, എന്റെ പ്രിയപ്പെട്ട മുആദിനെ ജീവിതത്തിൽ എനിക്ക് കാണാൻ കഴിയില്ല, അവസാനത്തെ കണ്ടുമുട്ടലാണ്. അവസാനമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഉപദേശിക്കുകയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ 3 വാക്കുകൾ, 3 കലിമത്തുകൾ. ഒന്ന്, ഇത്തഖില്ലാഹ ഹൈതുമാ കുന്ത وأتبع السيئة الحسنة تمحها وخالق الناس بخلق حسن. 3 കാര്യങ്ങളാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി വേർപിരിയുന്ന തന്റെ പ്രിയ ശിഷ്യൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നൽകിയ ഉപദേശം. സഹോദരന്മാരെ, ആ ഒരു ഉപദേശം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തേത് ഇത്തഖില്ലാഹ ഹൈതുമാ കുന്ത. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ഏത് മേഖലയിലും ഏത് സ്ഥലത്താണെങ്കിലും ഇത്തഖില്ലാഹ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വല്ലാത്തൊരു വാക്കാണ്, മുഅ്മിന്റെ ഹൃദയത്തെ ചിന്തിപ്പിക്കുന്ന വാക്കാണത്. നിന്റെ ജോലി സ്ഥലത്താണെങ്കിലും, നിന്റെ കളിസ്ഥലത്ത്, നിന്റെ വീട്ടിൽ, അങ്ങാടിയിൽ, കച്ചവടത്തിൽ, ഏത് സാഹചര്യത്തിലാണോ നീ ജീവിക്കുന്നത് അവിടെ നീ ഇത്തഖില്ലാഹ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വല്ലാത്തൊരു വാക്കാണ് തഖ്വ. പണ്ഡിതന്മാർ വിശദീകരിച്ചു, തഖ്വ എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് ചെയ്യുക, അല്ലാഹു ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുക. അതാണ് തഖ്വ. ഏത് സാഹചര്യത്തിലും എന്റെ റബ്ബ് എന്നോട് എന്താണ് കൽപ്പിച്ചത്, എന്താണ് ചെയ്യരുതെന്ന് പറഞ്ഞത്, അത് മനസ്സിലാക്കുക, അതവിടെ പ്രാവർത്തികമാക്കുക. അതാണ് ഒരു മുഅ്മിനിന്റെ ജോലി, ഒരു മുത്തഖിന്റെ ജോലി. സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യും. എല്ലാ ദിവസവും അല്ലാഹുവോട് ദുആ ചെയ്യും. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഖശ്യത ഫിൽ ഗൈബി വശഹാദ. അല്ലാഹുവേ, എന്റെ രഹസ്യ പരസ്യ ജീവിതത്തിൽ നിന്നെ പേടിക്കുന്ന ഒരു മനസ്സ് നീ എനിക്ക് നൽകണമേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ. രഹസ്യ പരസ്യ ജീവിതത്തിൽ അല്ലാഹുവിനെ ഒരേപോലെ പേടിക്കുക, അതാണ് തഖ്വ നിലനിർത്താനുള്ള ഒന്നാമത്തെ കാര്യം. ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും തൗബാൻ റളിയല്ലാഹു ഉദ്ധരിക്കുന്നു. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു. അൽബാനി ഹസൻ വിശേഷിപ്പിച്ച ഹദീസ്. സഹാബി പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വേള നമ്മോട് പറഞ്ഞു, ലാ അഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മതി, എന്റെ സമുദായത്തിൽ ഒരു വിഭാഗം ജനങ്ങളെ സംബന്ധിച്ച് എനിക്ക് അറിയാൻ സാധിച്ചു. يأتون يوم القيامة بحسنات أمثال جبال تهامة بيضاء. ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് അവർ വരുന്നത് തിഹാമ പർവ്വതത്തോളം അമലുകളുമായിട്ടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചു, വലിയ പർവ്വതം കണക്ക് അമലുകളുമായിട്ട് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് അവർ വരുന്നത് സന്തോഷത്തിനാണ്. പെട്ടെന്ന് ഹിസാബ് നടത്തി അല്ലാഹുവിന്റെ മുമ്പിൽ ഈ ഇബാദത്തുകൾ സമർപ്പിച്ച് പകരം സ്വർഗത്തിൽ പ്രവേശിക്കണം, സ്വർഗം നേടിയെടുക്കണം എന്ന ആകാംക്ഷയിലാണ്, പ്രതീക്ഷയിലാണ് അടിമകൾ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയജഅലുഹു അല്ലാഹു ഹബാഅൻ മൻഥൂറ. അവർ കൊണ്ടുവന്ന ഈ അമലുകൾ, പർവ്വതത്തിന് സമാനമായ ഈ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റിൽ പറത്തി കളയും, ഒന്നും സ്വീകരിക്കില്ല അവരിൽ നിന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് പറഞ്ഞപ്പോൾ കൂടെ സഹാബകൾ പേടിച്ചു. അല്ലാഹുവിന്റെ റസൂലേ, സിഫ്ഹും ലനാ വജല്ലിഹിം അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. അല്ലാഹുവിന്റെ റസൂലേ, നാം അറിയാതെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ അവരെ കുറിച്ച് വിശദീകരിച്ചു അല്ലാഹുവിന്റെ റസൂലേ. കാരണം സഹാബത്തിന് പേടിയായി. ജീവിതത്തിൽ ഇത്രമാത്രം അമലുകൾ ചെയ്തിട്ടുള്ള ആഖിറത്തിൽ ഒന്നും ഉപകാരപ്പെടാത്ത നിർഭാഗ്യവാന്മാർ, ഹതഭാഗ്യവാന്മാർ. അല്ലാഹുവിന്റെ റസൂലെ ആരാണ് കൂട്ടർ വിശദീകരിച്ചത്? നാം അതിൽ പെട്ടുപോകാതിരിക്കാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹും ഇഖ്വാനുകും വമിൻ ജിൽദതികും. അവർ മറ്റാരുമല്ല, ഇന്നഹും മിൻ ഇഖ്വാനികും, നിങ്ങളുടെ സഹോദരന്മാരാണ് അവർ. വമിൻ ജിൽദതികും, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് അറിയപ്പെടുന്നവർ. സഹാബത്തിന്റെ പേടി വീണ്ടും കൂടി. നമ്മുടെ കൂട്ടത്തിൽ അറിയപ്പെടുന്നവൻ, നമ്മിൽ ഒരാളായിട്ട് അറിയപ്പെടുന്നവർ. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ ഒന്നുകൂടി വിശദീകരിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ.
രാത്രികാലങ്ങളിൽ നിങ്ങൾ നിന്ന് നമസ്കരിക്കുമ്പോൾ നിങ്ങളുടെ പിറകിൽ അവരും നമസ്കരിക്കാറുണ്ട്. മറ്റെല്ലാ അമൽ സാലിഹാത്തുകളിലും നിങ്ങളുടെ കൂട്ടത്തിൽ അവരുണ്ട്. സഹാബത്തിനെ പേടി വീണ്ടും കൂടി. എല്ലാ അമലുകളിലും നമ്മോടൊപ്പം പങ്കുചേർന്നു നമ്മിൽ ഒരാളായിട്ട് അറിയപ്പെടുന്നവർ എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലെത്തി നാളെ മഹ്ശറിൽ അമലുകൾ ഉപകാരപ്പെടുന്ന ആ ഒരു സ്ഥാനത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ ഇത്രമാത്രം നിർഭാഗ്യവാന്മാർ എന്തുകൊണ്ട്, ഏത് കാര്യമാണ് അവരെ ഈ അവസ്ഥയിൽ ചെന്നെത്തിച്ചത്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹും അഖ്വാമുൻ, പക്ഷെ അവർ ഒരു വിഭാഗം ആൾക്കാരാണ്. അവരുടെ പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹ, അവർ അമലുകൾ ചെയ്യാത്തവരല്ല. അമലുകൾക്ക് ഒരു കുറവും അവരുടെ ജീവിതത്തിലില്ല. എല്ലാ അമലുകളും അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ, അഥവാ മറ്റുള്ളവരുടെയും കണ്ണുകളിൽ നിന്നും മാറി തങ്ങളുടേതായ രഹസ്യ ജീവിതത്തിലേക്ക് അവർ വരുമ്പോൾ, സ്വകാര്യ ജീവിതത്തിലേക്ക് അവർ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അവർ. സഹോദരന്മാരെ, നെഞ്ചത്ത് കൈവച്ചൊന്ന് ആലോചിക്കണം. കൂട്ടത്തിൽ കൂടുമ്പോൾ എല്ലാവരോടും, സഹപ്രവർത്തകരോട്, കൂട്ടുകാരോട്, മാതാപിതാക്കൾക്ക് മുമ്പിൽ നല്ലത് മാത്രമേ നാം പ്രവർത്തിക്കാറുള്ളൂ. അവർക്ക് മുമ്പിൽ എന്തും മാന്യത നടിക്കുന്നവരാണ് നാം. പക്ഷേ നമ്മുടേതായ രഹസ്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ, സ്വകാര്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ അള്ളാഹുവിനെ പേടിക്കുന്നവരാണോ നാം? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വിഭാഗം, സഹാബത്ത് പേടിച്ച ഒരു വിഭാഗം, ഇത്രമാത്രം അമലുകൾ ചെയ്യുന്ന ആഖിറത്തിൽ ഒന്നും ഉപകാരപ്പെടാത്ത ഒരു വിഭാഗം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അഥവാ കൂട്ടത്തിലായിരിക്കുമ്പോൾ നല്ലത് മാത്രം ചെയ്യും, എല്ലാ അമല സാലിഹാത്തുകളിലും പങ്കുചേരും. പക്ഷെ രഹസ്യ ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ അല്ലാഹുവിനെ പേടിക്കാത്തവർ, ഹറാമുകൾ ചെയ്യുന്നവർ, അവർക്ക് തഖ്വയില്ല. അവരുടെ ഹൃദയത്തിൽ തഖ്വയില്ല. സ്വകാര്യ ജീവിതത്തിൽ അല്ലാഹുവിനെ പേടിക്കാത്തവർ, ഹറാമുകൾ ചെയ്യുന്നവർ, അവരുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ ഒരു വിഭാഗം, സൂക്ഷിക്കുക, ജീവിതത്തിൽ രഹസ്യവും പരസ്യവുമായ ജീവിതം ഒരേപോലെ അല്ലാഹുവിനെ പേടിക്കുക. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നൽകിയ ഉപദേശം, ഇത്തഖില്ലാഹ ഹൈതുമാ കുന്ത. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും, ഏത് മേഖലയിലും, ഏത് അവസ്ഥയിലാണെങ്കിലും നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വിജയിക്കാനുള്ള മാനദണ്ഡമാണ്. രഹസ്യ പരസ്യ ജീവിതത്തിൽ ഒറ്റക്കാണെങ്കിലും കൂട്ടത്തിലാണെങ്കിലും നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അവിടെ നിനക്ക് വിജയിക്കാം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, മൂന്ന് കാര്യങ്ങൾ. അഅസ്സുൽ അഷ്യാഇ തലാത, ഒരു മനുഷ്യനെ മാന്യനാക്കുന്നത്, ജനങ്ങൾക്കിടയിൽ അവനൊരു സ്ഥാനം നൽകുന്നത്, ജനങ്ങളുടെ ഹൃദയത്തിൽ അവനൊരു സ്ഥാനമുണ്ടാകും. അത് മൂന്ന് കാര്യങ്ങൾ. ആ സ്ഥാനങ്ങൾ നൽകാൻ മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, അത് ജൂദു മഅൽ ഖില്ല, ധാരാളം സമ്പത്തൊന്നും ഇല്ലെങ്കിലും അവൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചിലവഴിക്കുന്നവനാണ്. ജനങ്ങൾക്കിടയിൽ സ്ഥാനമുണ്ടാകും, അല്ലാഹു കൊടുക്കും സ്ഥാനം. രണ്ടാമത്തേത്, ഒറ്റക്കാകുമ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന സമയത്ത്, രഹസ്യ ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ അല്ലാഹുവിനെ പേടിക്കുന്നവരാണ്. ജനങ്ങൾക്കിടയിൽ, ജനങ്ങളുടെ ഹൃദയത്തിൽ, ജനങ്ങൾക്ക് മുമ്പിൽ അവരൊരു സ്ഥാനം അല്ലാഹു കൊടുക്കും. ഇസ്സത്തോടെ ജീവിക്കാൻ ജനങ്ങൾക്ക് മുമ്പിൽ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് സമയത്തും അവന്റെ യഥാർത്ഥ രൂപം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. ജനങ്ങൾക്ക് പോലും മാന്യത നടിച്ച് സ്വകാര്യ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുന്നവർ ഒരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും ജനങ്ങൾക്ക് മുമ്പിൽ അവന്റെ യഥാർത്ഥ സ്വഭാവം. ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ കാര്യം, സ്വകാര്യ ജീവിതത്തിൽ അല്ലാഹുവിനെ പേടിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്കിടയിൽ സ്ഥാനം വരും, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. രണ്ടാമത്തെ കാര്യം നാം ശ്രദ്ധിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ ഉപദേശം, ഇത്തഖില്ലാഹ ഹൈതുമാ കുന്ത. ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും അല്ലാഹുവിനെ പേടിക്കുക. രണ്ടാമത്തേത്, ഇനി എത്ര നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാലും മനുഷ്യ സഹജമായിട്ട് നിന്റെ ജീവിതത്തിലേക്ക് തെറ്റുകൾ വരും, പിഴവുകൾ വരും. അങ്ങനെയാണെങ്കിൽ, എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അമൽ സാലിഹാത്തുകൾ ചെയ്ത് ആ തിന്മയെ നീ ഇല്ലാതാക്കി കളയണം, മായിച്ചു കളയണം. കാരണം നന്മകൾ തിന്മകളെ ഇല്ലാതാക്കി കളയും, മായിച്ചു കളയും. ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നൽ ഹസനാതി, തീർച്ചയായിട്ടും നന്മകൾ, അമൽ സാലിഹാത്തുകൾ, യുദ്ഹിബുനസ് സയ്യിആത്, തിന്മകളെ മായിച്ചു കളയും, ഇല്ലാതാക്കി കളയും.
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത്. ഏത് ചെറിയതും വലുതുമായ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പെട്ടെന്ന് തൗബ ചെയ്യും. തൗബ മുൻകാല മുഴുവൻ പാപങ്ങളെയും മായ്ച്ചു കളയുന്ന ഒരു ഇബാദത്തായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്ലാഹു ഖുർആനിൽ നമ്മെ സൂറത്തുൽ ഫുർഖാനിൽ നമ്മെ പഠിപ്പിച്ചത് ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇല്ലാ മൻ താബ, തൗബ ചെയ്തവർ ഒഴികെ, വആമന, തൗബ ചെയ്യുകയും വിശ്വാസം പൂർണ്ണമാക്കുകയും ചെയ്തു, വഅമില അമലൻ സാലിഹ, ശേഷിച്ച ജീവിതത്തിൽ അമൽ സാലിഹാത്തുകൾ ചെയ്തു, നന്മകൾ വർദ്ധിപ്പിച്ചു, ഫഉലൈക, അക്കൂട്ടർ, ആ വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല യുബദ്ദിലൂന ഫഉലൈക അല്ലദീന യുബദ്ദിലൂന സയ്യിആതിഹിം ഹസനാത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്തു വെച്ച പാപങ്ങൾ നന്മകളാക്കി മാറ്റി എഴുതും. തൗബ ചെയ്തവർ എത്രമാത്രം പാപങ്ങൾ ജീവിതത്തിലുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ തൗബ ചെയ്തവന്റെ ആ പാപങ്ങൾ നന്മകളാക്കി മാറ്റി എഴുതും. ഖുർആനിലെ ആയാത്തുകളാണ്, ഒരിക്കലും കളവുകൾ ചേർച്ചില്ല. സത്യമായ വാക്കാണ്, യാഥാർത്ഥ്യമാണ്. ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, അവരുടെ തിന്മകൾ അല്ലാഹു നന്മകളാക്കി മാറ്റി എഴുതും, അത്ഭുതപ്പെടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൗബ അധികരിച്ചാൽ ആഖിറത്തിൽ തന്റെ കിതാബുകൾ കണ്ട് അത്ഭുതപ്പെടുന്ന രംഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഇത്രമാത്രം അമൽ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കും, പക്ഷെ അവന്റെ തൗബ കാരണം ചെയ്ത പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളാക്കി എഴുതും. ഒന്നാമത്തെ ഇബാദത്ത്, ജീവിതത്തിൽ പിഴവുകൾ വന്നാൽ, തെറ്റുകൾ വന്നാൽ ഒന്നാമതായി ചെയ്യേണ്ടത് തൗബ വർദ്ധിപ്പിക്കുക. ചെയ്ത പാപങ്ങൾ മായ്ക്കപ്പെടും, ആ ചെയ്ത പാപങ്ങൾ നന്മകളായി മാറ്റി എഴുതപ്പെടും, ആഖിറത്തിൽ ദറജകൾ ഉയർത്തപ്പെടും. രണ്ടാമത്തേത് 5 വക്ത് നമസ്കാരമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലവാത്തുൽ ഖംസ് കഫാറത്തുൻ ലിമാ ബൈനഹുന്ന. 5 വക്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവൻ ആ ഓരോ നമസ്കാരം അടുത്ത നമസ്കാരത്തിന്റെ ഇടയിൽ ചെറു പാപങ്ങളുണ്ടോ ആ പാപങ്ങളൊക്കെ പ്രായശ്ചിത്തമാണ് അടുത്തൊരു നമസ്കാരം. ദിവസം 5 വക്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറു പാപങ്ങൾ ഈ നമസ്കാരത്തിലൂടെ ഇല്ലാതാകും. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അൽ വുദൂ. വുദൂ ഒരു വല്ലാത്തൊരു ഇബാദത്താണ്. അതിന്റെ ഷർത്തുകളും റുക്നുകളും സുന്നത്തുകളും പാലിച്ചുകൊണ്ട് ഒരാൾ വുദൂ ചെയ്താൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തവദ്ദഅ അൽ അബ്ദുൽ മുസ്ലിമു അവൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ അടിമ, ഒരു മുസ്ലിമായ അടിമ വുദൂ ചെയ്യാൻ നിൽക്കുന്നു. ആ വുദൂഇൽ തന്റെ കൈകൾ അവൻ കഴുകുന്നു. ആദ്യം മുഖം കഴുകി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മുഖത്തിന്റെ അവയവങ്ങൾ കൊണ്ട് അവൻ ചെയ്ത പാപങ്ങൾ മുഴുവൻ ആ വുദൂഇന്റെ വെള്ളത്തോടൊപ്പം കഴുകി ശുദ്ധിയാക്കപ്പെടും. ശേഷം അവന്റെ കൈകൾ കഴുകി, ആ വെള്ളത്തോടൊപ്പം കൈകൾ കൊണ്ട് ചെയ്ത മുഴുവൻ പാപങ്ങളും കഴുകി ശുദ്ധിയാക്കപ്പെടും. ശേഷം കാലുകൾ കഴുകി, കാലുകൾ കൊണ്ട് ചെയ്ത മുഴുവൻ പാപങ്ങളും ആ വുദൂഇന്റെ വെള്ളത്തോടൊപ്പം കഴുകി ശുദ്ധിയാക്കപ്പെടും. ഹത്താ യഖ്റുജ നബിയ്യം മിനദ്ദുനൂബ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ വുദൂഇൽ നിന്നും വിരമിക്കുന്നത് നഖിയ്യം മിനദ്ദുനൂബ്, ഹൃദയത്തിൽ പാപക്കറകൾ ഇല്ലാത്തവനായിട്ടാണ്. സഹോദരന്മാരെ, ഒരു ദിവസം 5-ൽ കൂടുതൽ പ്രാവശ്യം വുദൂ ചെയ്യുന്നവരാണ് നാം. ഈ ഒരു നിയ്യത്തോടു കൂടി വുദൂഇൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽ വെറും കൈകാലുകൾ കഴുകി ശുദ്ധിയാക്കുന്നതല്ല, അതിന് പുറമെ ഇതൊരു ഇബാദത്താണ് എന്ന രീതിയിൽ നാം ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഓരോ ദിവസവും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. ആ ഒരു കറുത്ത പുള്ളി കഴുകി ശുദ്ധിയാക്കപ്പെടും. ഓരോ ദിവസവും നാം അറിയാതെ നമുക്ക് ലഭിക്കുന്ന ഇബാദത്ത് നന്മകളാണ്, പ്രതിഫലങ്ങളാണ്. നാം ചെയ്യുന്ന ഇബാദത്താണ്, സാധാരണ രീതിയിൽ നാം ചെയ്യുന്ന ഒരു ഇബാദത്താണ് വുദൂ. ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. പിന്നെ ധാരാളം ഇബാദത്തുകളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മുടെ തിന്മകൾ ഇല്ലാതാക്കുന്ന ഇബാദത്തുകൾ, അമൽ സാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുക. ചെയ്ത പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്. ഇതാണ് രണ്ടാമത്തെ ഉപദേശം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയ ശിഷ്യൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അവസാനമായിട്ട് നൽകിയ രണ്ടാമത്തെ ഉപദേശം, ജീവിതത്തിൽ തെറ്റുകൾ വന്നാൽ ഉടനടി അമൽ സാലിഹാത്തുകൾ ചെയ്ത് ആ തിന്മകളെ നീ മായ്ച്ചു കളയണം. മൂന്നാമത്തേത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് ഏറ്റവും നല്ല രീതിയിൽ നീ പെരുമാറണം. അത് നല്ല സ്വഭാവത്തിന്റെ ഉടമയാകണം.
സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും അഖ്ലാഖ. മുഅ്മിനീങ്ങളിൽ ഈമാൻ പൂർണ്ണമായവർ അവരിൽ സൽസ്വഭാവികളാണ്, അഥവാ നല്ല സ്വഭാവത്തിലുള്ള ഉടമകളാണ്. പരസ്പരം ഇടപാടുകളിൽ പെരുമാറ്റങ്ങളിൽ മറ്റുള്ളവർക്ക് സമാധാനവും സന്തോഷവും നൽകുന്ന പെരുമാറ്റ രീതിയായിരിക്കും അവരുടേത്, ഇടപാടുകളായിരിക്കും അവരുടേത്. മുഅ്മിന്റെ പ്രത്യേകതയാണ്, മുഅ്മിന്റെ അലാമത്തുകളാണ്, അടയാളമാണ്. ഇടപാടുകൾ നന്നാക്കുന്നവരാണ് മുഅ്മിൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന അഖറബകും ഇലയ്യ മജ്ലിസൻ യൗമൽ ഖിയാമത്തി വഅഹബ്ബകും ഇലയ്യ. ആഖിറത്തിൽ മഹ്ശറിൽ എന്നോട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും എന്നോട് ഏറ്റവും അടുത്തവനും അഹ്സനുകും ഖുലുഖ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. സ്വഭാവത്തിന്, സൽസ്വഭാവത്തിന് ഇത്രമാത്രം സ്ഥാനമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓരോ മതസ്ഥർക്കും പ്രത്യേകമായ സ്വഭാവമുണ്ട്, പ്രത്യേകമായ അടയാളമുണ്ട്. മുഅ്മിനിന്റെ അടയാളം ഖുലുഖൻ, അവന്റെ സ്വഭാവമാണ്, നല്ല സ്വഭാവമാണ്, നല്ല പെരുമാറ്റമാണ്. സഹോദരന്മാർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയ ശിഷ്യൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നൽകിയ 3 ഉപദേശം നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കുകയാണെങ്കിൽ തീർച്ച ഏറ്റവും നല്ല രീതിയിൽ മുത്തഖിയായി അല്ലാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുവേള സഹാബത്തിനോടൊപ്പം പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് സഹാബത്ത് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഫുലാന, മദീനയിൽ ഒരു സ്ത്രീയുണ്ട്, തുദ്കറു മിൻ കസ്റതി സ്വലാത്തിഹാ വസിയാമിഹാ വസദഖാതിഹാ. ആ സ്ത്രീ ജനമധ്യത്തിൽ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ ആ സ്ത്രീയെ സംബന്ധിച്ച് സംസാരിക്കുന്നത്, അവളെ കുറിച്ച് പറയാറുള്ളത് ധാരാളം നോമ്പ് നോക്കുന്ന സ്ത്രീയാണ്, ധാരാളം നമസ്കരിക്കുന്ന, സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുന്ന സ്ത്രീയാണ്, ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുന്ന സ്ത്രീയാണ്. അഥവാ നല്ലൊരു മുത്തഖിയായ സ്ത്രീയായിട്ടാണ് ജനങ്ങൾ അവരെ സംബന്ധിച്ച് പറയാറുള്ളത്. പക്ഷെ പക്ഷെ ആ സ്ത്രീക്ക് ഒരു കുഴപ്പമുണ്ട്. തന്റെ നാവ് കൊണ്ട് അയൽവാസിയെ ഉപദ്രവിക്കുന്നവളാണ് അവൾ. പെരുമാറ്റത്തിൽ അയൽവാസികൾക്ക് വേദന ഉണ്ടാക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നവളാണ് അവൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. സഹാബത്ത് വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ വഇന്ന ഫുലാന, മറ്റൊരു സ്ത്രീയുടെ മദീനയിൽ തുദ്കറു മിൻ ഖില്ലതി സലാത്തിഹാ വസിയാമിഹാ വസദഖാതിഹാ. ആ സ്ത്രീ ജനമധ്യത്തിൽ അറിയപ്പെടുന്നത് അത്രമാത്രം അമലുകളൊന്നും അവരുടെ ജീവിതത്തിൽ ഇല്ല. സാധാരണ ഒരു പെണ്ണ്, ധാരാളം ദാനധർമ്മങ്ങൾ നൽകാറില്ല, ഫർളാക്കപ്പെട്ട നമസ്കാരവും നോമ്പും മാത്രമേ അവരുടെ ജീവിതത്തിലുള്ളൂ. പക്ഷേ നാവ് കൊണ്ട് അയൽവാസിയെ ഉപദ്രവിക്കാത്തവളാണ് അവൾ. നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്, നല്ല പെരുമാറ്റത്തിന്റെ ഉടമയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗ്ഗത്തിലാണ്. സഹോദരന്മാരെ, അമലുകൾ വർദ്ധിക്കും തോറും നമ്മുടെ പെരുമാറ്റം നന്നായിട്ടില്ലെങ്കിൽ, നമ്മുടെ സ്വഭാവം നന്നായിട്ടില്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സ്ഥാനം പറഞ്ഞത് നരകത്തിലാണ്. അമലുകൾ കുറഞ്ഞാലും ശരി, പക്ഷെ സ്വഭാവം നല്ലതാണ്, മറ്റൊരാളുടെ ജീവിതത്തിൽ കടന്നു കയറൂല, മറ്റൊരാളെ കുറിച്ച് മോശമായി പറയില്ല, മോശമായിട്ട് അവർ ഊഹിക്കുകയില്ല, മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കാത്ത, മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിലും ഇടപെടാതെ സ്വന്തം ജീവിതത്തിലെ തെറ്റുകൾ തിരുത്തി നല്ല സ്വഭാവത്തിന്റെ ഉടമകളായവർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അമലുകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ അവരുടെ സ്ഥാനം അവർ സ്വർഗ്ഗത്തിലാണ്. ഈ 3 ഉപദേശം നമ്മുടെ ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് സമയത്തും അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നാം അവരെ ഉൾപ്പെടുത്താൻ കഴിയുമാറാകട്ടെ. الحمدلله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. ഒരിക്കൽ കൂടി നമസ്തന റബ്ബിന്റെ കൽപ്പനകളും നിരോധനങ്ങളും ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച് പൂർണ്ണ മുത്തഖികളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ച് മരിക്കാൻ എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയ ശിഷ്യൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നൽകിയ 3 ഉപദേശം നാം കേട്ടു. അവസാനമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശമാണ് നല്ല സ്വഭാവത്തിന്റെ ഉടമകളാവുക.
അമലുകൾ എത്രമാത്രം വർദ്ധിച്ചാലും സ്വഭാവം മോശമായതിന്റെ പേരിൽ നരകത്തിൽ ചെന്നതും, അമലുകൾ കുറഞ്ഞു പക്ഷെ സ്വഭാവം നല്ലതാണ്, പെരുമാറ്റം നല്ലതാണ്, അതിന്റെ പേരിൽ സ്വർഗത്തിൽ പ്രവേശിച്ച ഒരു സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഫ്ലിസു മിൻ ഉമ്മതി, എന്റെ സമുദായത്തിൽ പാപ്പരായവർ, അഥവാ ഒരു സമയത്ത് ധാരാളം കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ ഒരു സുപ്രഭാതത്തിലൊക്കെ നഷ്ടപ്പെട്ടവർ ആരാണെന്ന് അറിയുമെന്ന് ചോദിച്ചു സഹാബത്തോട്. അല്ലാഹുവിന്റെ റസൂൽ, അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ ലഹു വലാ മതാ, നമുക്കിടയിൽ പാപ്പർ എന്നറിയപ്പെടുന്നവൻ ദുനിയാവിന്റെ വിഭവങ്ങൾ അവന്റെ കൈകളിൽ ഇല്ലാത്തവനാണ്, ദിർഹമോ ദീനാറോ കൈകളിൽ ഇല്ലാത്തവർ. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി, എന്റെ സമുദായത്തിൽ പാപ്പർ എന്നാൽ, മുഫ്ലിസ് എന്നാൽ ഒരു വിഭാഗം ആൾക്കാരാണ്. അവർ നാളെ ആഖിറത്തിലേക്ക് വരും, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് അവർ വരും. ധാരാളം അമലുകളുമായിട്ട് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് അവർ വരുന്നത്. പക്ഷെ അല്ലാഹുവിന്റെ കോടതിയിൽ വിചാരണക്കായിട്ട് അവർ നിൽക്കും. നല്ല സന്തോഷത്തിലാണ്, പ്രതീക്ഷയിലാണ്. കാരണം ധാരാളം അമലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അമലുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ച് പകരം സ്വർഗം നേടിയെടുക്കണമെന്ന ആകാംക്ഷയിലാണ്, പ്രതീക്ഷയിലാണ് അടിമകൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സമയത്ത് പരാതിക്കാർ ഓരോന്നോരോന്നായിട്ട് അവരുടെ അടുക്കലേക്ക് വരും. അല്ലാഹുവിന്റെ പരാതികൾ, അല്ലാഹുവേ ഫയത്തി ഹാദാ ഖദ് ശതമ ഹാദാ വഅകല മാല ഹാദാ വസഫക ദമ ഹാദാ വദറബ ഹാദാ. ഓരോ പരാതിക്കാർ അല്ലാഹുവിന്റെ അടുക്കലേക്ക് വരും. അല്ലാഹുവേ, ഇവനെ ചീത്ത വിളിച്ചിട്ടുണ്ട്, എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, എന്റെ സ്വത്ത് അപഹരിച്ചിട്ടുണ്ട്, എന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയിട്ടുണ്ട്. അങ്ങനെ പല പല രീതിയിലുള്ള പരാതികളുമായിട്ട് അല്ലാഹുവിന്റെ അടുക്കലേക്ക് വരും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പരാതികൾക്ക് പ്രശ്നം പരിഹരിക്കുന്നത് ഫയുതി ഹാദാ മിൻ ഹസനാതിഹി വ ഹാദാ മിൻ ഹസനാതിഹി, ഓരോ പരാതിക്കാരുടെയും പരാതിയുടെ തോതനുസരിച്ച് ഇവൻ കൊണ്ടുവന്ന അമലുകൾ അവർക്കിടയിൽ വീതിച്ച് നൽകപ്പെടും. ഫയത്ഫനിയത് ഹസനാതുഹു ഖബ്ല അൻ യഖ്ളാ മാ അലൈഹി, പരാതികൾ തീരുന്നതിന് മുമ്പ് ഇവൻ കൊണ്ടുവന്ന അമലുകൾ തീരും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരാതിക്കാർ ബാക്കിയുണ്ടാകും, ഇവർ കൊണ്ടുവന്ന അമലുകൾ പൂർണ്ണമായിട്ടും അവർക്കിടയിൽ വീതിച്ച് നൽകപ്പെട്ട് തീർന്നിട്ടുണ്ടാകും. ഫയുഅ്താ ഹാദാ മിൻ സയ്യിആതിഹി വതുമ്മ തുലിഹത് അലൈഹി, ആ ഒരു അവസ്ഥ വന്നാൽ പരാതിക്കാരുടെ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവന്റെ മേൽ ചാർത്തി കൊടുക്കും. തുമ്മ തുലിഹ ഫിന്നാർ, അവസാനം നരകത്തിലേക്ക് അവൻ വലിച്ചെറിയപ്പെടും. സഹോദരന്മാരെ, നമ്മുടെ ഇടപാടുകൾ നന്നായിട്ടില്ലെങ്കിൽ, നമ്മുടെ സ്വഭാവം നന്നായിട്ടില്ലെങ്കിൽ എത്രമാത്രം അമലുകൾ ചെയ്താലും, നേരത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞു, ധാരാളം അമലുകളുണ്ട് പക്ഷെ സ്വഭാവം മോശമായതിന്റെ പേരിൽ നരകത്തിൽ പോയ സ്ത്രീ, ആ പോകുന്ന രംഗമാണ് ഈ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. ധാരാളം അമലുകൾ ഉണ്ടാവും പക്ഷെ മറ്റുള്ളവരെ കുറിച്ച് മോശമായി സംസാരിച്ചിട്ടുണ്ടാവും, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഉപദ്രവിച്ചിട്ടുണ്ടാവും. ഏത് രീതിയിലാണെങ്കിലും പരാതിക്കാർ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് പരിഹരിക്കുക, ഇവിടെ വെച്ച് പൊരുത്തപ്പെടുക. അല്ലെങ്കിൽ ആഖിറത്തിലേക്ക് അവർ പരാതിയുമായിട്ട് വരും, ചെയ്തു വെച്ച അമലുകൾ കൊടുക്കേണ്ടി വരും. അവസാനം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന രംഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാകേണ്ട സംഭവമാണ്, യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഈ മൂന്ന് പ്രദേശം ഉൾക്കൊള്ളുക, നല്ല സ്വഭാവത്തിന്റെ നല്ല പെരുമാറ്റമുള്ള ഇടപാടുകൾ നന്നാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും കഷ്ടപ്പെടുന്നവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين، اللهم يا مقلب القلوب ثبت قلوبنا على دينك، اللهم حاسبنا حسابا يسيرا، اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا، اللهم اغفر لنا ولوالدينا يا غافر المذنبين. واقول قولي هذا واستغفر الله لي ولكم ولجميع المؤمنين والمسلمات.